ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ ഭയം ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഒരു വ്യക്തിക്ക് ഭയമുണ്ടാകുന്നത് നഷ്ടങ്ങൾ വരുമ്പോഴാണ്. അത് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം, ബന്ധങ്ങളുടെ തകർച്ച, പദവി നഷ്ടം, ജോലി നഷ്ടം, അങ്ങനെ പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നമ്മെ ഭയത്തിലേക്കും നിരാശയിലേക്കും നയിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദനയും നമ്മെ ഭയപ്പെടുത്തുന്നു. എല്ലാവരുടെയും കൂടെ നാം ആയിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ധൈര്യം വരും. ജീവിതത്തിൽ എന്തു വന്നാലും നേരിടാൻ കഴിയും എന്ന ഒരു ഉൾബലം നമുക്ക് അപ്പോൾ ഉണ്ടാകും. എന്നാൽ നാം ഒറ്റയ്ക്കാകുമ്പോൾ ജീവിക്കാൻ തന്നെ ഭയപ്പെടുന്നു. എപ്പോഴും സംശയങ്ങളുണ്ടാകുന്നു. ഇവിടെയാണ് കർത്താവായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്, നീ ഒറ്റയ്ക്കല്ല. നീ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞാൽ നിന്നെ നശിപ്പിക്കാൻ, നിന്നെ കൊല്ലാൻ, നിന്നെ തകർക്കാൻ ശത്രു കടന്നു വരും. ഇവിടെ ശത്രുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിന്നെ ഒരിക്കലും ദൈവമായ കർത്താവ് വിട്ടുകൊടുക്കില്ല. കർത്താവായ യേശു അരുളി ചെയ്യുന്നു, ഞാൻ വന്നത് ജീവൻ നൽകുവാനും അത് നിനക്ക് സമർത്ഥമായി നൽകുവാനുമാണ്. കർത്താവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ സഹായം കർത്താവിൽ നിന്നും വരുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ സഹായം കർത്താവാണ്. നമ്മുടെ ജീവിതം നാം പ്രയത്നിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സഹായം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. നിനക്ക് ശക്തി ചോർന്നു പോകുമ്പോൾ, സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, നീ പോലും അറിയാതെ നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന നിന്റെ കർത്താവായ ദൈവം, നിന്നെ താങ്ങി നടത്തുന്ന നിന്റെ ദൈവം നിന്നിൽ നിന്നും ദൂരെയല്ല. കർത്താവ് നിന്നിൽ നിന്നും ഒരിക്കലും അകന്നു മാറില്ല. എന്തെന്നാൽ അവിടുന്ന് നിന്നെ മറ്റാരെക്കാളും കൂടുതൽ അധികമായി സ്നേഹിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുന്ന, എപ്പോഴും പ്രവർത്തന നിരതനായ ഒരു വ്യക്തിക്ക് ജീവിതഭാരത്താൽ തളരുമ്പോൾ, ശക്തി ആവശ്യമായി വരുമ്പോൾ, ഒരുവൻ്റെ സഹനങ്ങളിൽ, രോഗപീഠകളിൽ, നഷ്ടദുഃഖങ്ങളിൽ ആകുലപ്പെടാതെ കർത്താവിങ്കിലേക്ക് ഹൃദയം തിരിക്കുക. കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടുത്തെ വചനം അപ്പാടെ അനുസരിക്കുക. തീർച്ചയായും അവിടുത്തെ തിരുസാന്നിധ്യം നമുക്ക് ശക്തിയും ധൈര്യവും നൽകി കൃത്യസമയത്ത് നമുക്ക് സഹായം അയച്ചു തന്ന് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവായ ദൈവത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ, ഇന്ന് നിങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങൾ കർത്താവെ എൻ്റെ ജീവിതത്തിൽ നടത്തിത്തരണം എന്ന് വിശ്വസിച്ച് നമുക്ക് ഈ പ്രാർത്ഥന തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് എന്നേക്കും സ്തുതികളിൽ ഉപവിഷ്ടനാണ്. ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവിടുന്ന് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയ ഓരോരുത്തരും അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അപ്പോൾ ആ സമയം അവരെ സഹായിക്കുന്ന കർത്താവേ, അവരുടെ കൂടെ ഇരുന്ന് അവരെ ധൈര്യപ്പെടുത്തുന്ന ദൈവമേ,
ഞങ്ങളിന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആകുലതകളും ദുഃഖവും നഷ്ടഭാരങ്ങളും എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുവാനും എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായി മാറാനും ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയിൽ കൂടുതൽ പ്രത്യാശ അർപ്പിച്ചാൽ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതത്വമുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ട് നയിക്കുന്നവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്കും ജീവിതം എപ്പോഴും സന്തോഷവും സമാധാനവും നൽകുന്നു. അവിടെ പ്രശ്നങ്ങൾക്ക് നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല. പ്രതികൂലങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുത്തുവാൻ സാധിക്കുകയില്ല. ദൈവമായ കർത്താവാണ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്. അതിനാൽ ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ നിന്ന് കൂടുതൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം നടത്തണം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങൾ കാണുന്നതിനും അത് അനുഭവിക്കുന്നതിനും ലോകം മുഴുവനും നിന്റെ സാക്ഷിയായി മാറുന്നതിനും ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിച്ച ആരെയും തന്നെ ഇന്ന് വരെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല, ഇനിയൊട്ട് ഉപേക്ഷിക്കുകയുമില്ല. അതുതന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നാം ഇന്ന് ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റത് തന്നെ ദൈവത്തിൻ്റെ അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാഥമിക ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കർത്താവിന്ന് നമ്മെ അനുഗ്രഹിച്ചപ്പോൾ അതും ഒരത്ഭുതമാണ്. അനേകർക്ക് ഇതൊന്നും സാധിക്കാതെ വേദനയിൽ, ദുഃഖത്തിൽ ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലും കഴിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ അത്ഭുതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വിതറി നാം ഈ പ്രഭാതത്തിൽ ഉണർത്തി, കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവേ, അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഓർത്ത്, അത്ഭുത പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ഓരോ നിമിഷവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെയിരുന്ന് വഴി നടത്തി ഞങ്ങളെ മഹത്വത്തിലേക്കും വിജയത്തിലേക്കും നയിച്ച് ദൈവത്തിൻ്റെ സാക്ഷികളായി മാറാൻ, ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭാരവും പ്രയാസങ്ങളും കടബാധ്യതകളും രോഗപീഠകളും പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും നഷ്ടങ്ങളും പരാജയങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതെല്ലാം ദൈവത്തിലേക്ക് തിരികെ വരുവാനുള്ള, ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള അവസരങ്ങളായി കണ്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഇന്നത്തെ ദിവസം ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം ലഭിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്ന് ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും കടന്നു പോകും. ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ കർത്താവ് നൽകും. ഓരോ പ്രശ്നങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ ഉള്ള ആ വലിയ സന്തോഷം, ആ വലിയ സമാധാനം, ആനന്ദം, ആത്മധൈര്യം, ഇത് ദൈവത്തിൽ നിന്നുള്ള അത്ഭുതമാണ്. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തും. അത് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവമേ, എന്നെ തന്നെ ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളെ, എൻ്റെ ഉത്തരവാദിത്തങ്ങളെ, എൻ്റെ കടമകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നീ എനിക്ക് കൈപിടിച്ചു തന്ന ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബാംഗങ്ങളെ എല്ലാം കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ജോലി മേഖലയിലുള്ള അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങളെ, പ്രതികൂല അവസരങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ നഷ്ടങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ അലസതയും മടിയും സമർപ്പിക്കുന്നു.
സ്ഥിരോത്സാഹമില്ലായ്മ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എന്നിലുള്ള അവിശ്വാസത്തെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതിന് ദൈവമേ, നീ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവായ ദൈവമേ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന മേഖലയിൽ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ബലഹീനതകളെയും പാപങ്ങളെയും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് നൽകി അങ്ങയുടെ അവകാശമായ ഞങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ച് ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്ഭുതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ, ആന്തരിക നയനങ്ങളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ നേരിട്ട് ദർശിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന, കാവൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ നടത്തി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നിങ്ങളെ ആശീർവദിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.